രാവിലെ 10 മണിക്കൊരു കോള്. ജിഷയും മക്കളും വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം പോയി ഫ്രീസർ തുറന്നു നോക്കി. കുറച്ച് ഐസ് കട്ട പിടിച്ച ചിക്കൻ ഉണ്ടായിരുന്നു. അതൊന്ന് വെള്ളം ഒഴിച്ച് വെക്കാമല്ലേ, എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാമല്ലോ. അപ്പോഴാണ് പഠിക്കുന്ന കാലത്തെ ഓർമ്മ വന്നത്. ജിഷയാണെങ്കിൽ ചിക്കൻ കറിയേ കഴിക്കുള്ളൂ, അതിലെ കഷ്ണങ്ങൾ കഴിക്കൂല. സോയാബീൻ ഇരിക്കുന്നുണ്ട്, ബേബി സോയയാണ്. പിന്നെ ചിക്കൻ മസാല, ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി സംഭവം ജിഷയ്ക്ക് വേണ്ടി തയ്യാറാക്കാം. എല്ലാവരും ചിക്കൻ കഴിക്കുമ്പോൾ അവൾക്ക് അതേ ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെ ആയിക്കോട്ടെ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സോയാബീൻ ചുടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് കുതിർത്തി വെക്കുക. ചൂടായ ഉരുളിയിലേക്ക് 2 വലിയ ഉള്ളി കനം കുറച്ച് മുറിച്ചത് കൈകൊണ്ട് ഇങ്ങനെ ഞെരടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു അല്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 തക്കാളി മുറിച്ചതും 6 പച്ചമുളക് കീറിയതും അല്പം വേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക, ഈസ്റ്റേൺ ചിക്കൻ കറി മസാല. ഇതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാതെയാണെങ്കിൽ ഇതൊരു 3.5 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തും തയ്യാറാക്കട്ടോ. എല്ലോട് കൂടിയിട്ടുള്ള കുറച്ച് ചിക്കൻ ഉപ്പൊന്നും ചേർക്കാതെ കുറച്ച് വേവിച്ചെടുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അവൾ കറി കഴിക്കുമല്ലോ, ചിക്കൻ്റെ പീസല്ലേ കഴിക്കാത്തത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ചിക്കൻ കറി മസാലയും ഈ സ്റ്റോക്ക് വാട്ടറും കൂടിയൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഈ മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ചുടുവെള്ളത്തിൽ നിന്നും പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയാബീനും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മുഴുവൻ ചിക്കൻ സ്റ്റോക്ക് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഒന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ സോയാബീനൊക്കെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ചെറുതായി മുറിച്ചെടുത്ത മല്ലിയില മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ ചിക്കൻ കഴിക്കാത്തവർക്കായിട്ട് നല്ലൊരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈസ്റ്റേൺ ചിക്കൻ കറി മസാല ചേർത്തിട്ട് ഇതേ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ ചിക്കൻ മസാല യൂസ് ചെയ്ത് തയ്യാറാക്കിയ സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് സ്മെൽ. പിന്നെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. പെർഫെക്റ്റ് ടേസ്റ്റ്. ഇനി ബിരിയാണി റൈസിലൊന്ന് കൂട്ടി കഴിച്ചോക്കട്ടെ. ഒരു 3 ടീസ്പൂണ് ഈസ്റ്റേൺ ചിക്കൻ കറി മസാല ചേർത്ത് തയ്യാറാക്കിയ സോയാബീൻ മസാല കുറച്ച് ബിരിയാണി റൈസിൽ ഇങ്ങനെ കുഴച്ച് 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 ഇനി അതൊന്ന് കഴിച്ചോക്കട്ടെ കേട്ടാ. അടിപൊളിയാണ് കേട്ടാ.